പോക്കോയുടെ പോക്കോ M7 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M7 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പോക്കോ M7 5Gയിൽ 6.88 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. വലിയൊരു സ്ക്രീൻ സൈസ് വരും, പക്ഷേ HD റെസൊല്യൂഷനെ വരാൻ ചാൻസ് ഉള്ളൂ. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ വിലയും അതിനനുസരിച്ചിട്ട് കുറവായിരിക്കും. മിക്കവാറും 10,000 രൂപയ്ക്ക് താഴെ തന്നെ ആയിരിക്കും ഈ ഫോണിന്റെ വില വരിക. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരാൻ സാധ്യതയില്ല. എന്നാലും 120 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 600 nits ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ HD റെസൊല്യൂഷനെ വരാൻ ചാൻസ് ഉള്ളൂ. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ വരില്ല. എന്നാലും 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം 9,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ്. 10,000 രൂപ പ്രൈസിലേക്കാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ചത് എന്ന് പറയാനും പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പോൾ 10,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 6 GB റാം വരെ വരുന്നതായിരിക്കും. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ ചിലപ്പോൾ സിംഗിൾ സ്പീക്കർ ആയിരിക്കും വരിക. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. രണ്ടാമത് ഒരു AI സെൻസറും വരും. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് ഓക്കെയും ആണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5160 mAh ബാറ്ററി വരുന്നതായിരിക്കും. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡും ആണ് ഇത്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 3 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു 10,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഫോണിന്റെ വില വരിക. നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് നമ്മൾ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നുള്ളൂ. ചിലപ്പം ഈ ഫോണിന്റെ വില ഒരു 8,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും എത്തിയേക്കാം. എന്തായാലും പോക്കോയുടെ M7 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.